വളരെ വിലപ്പെട്ട പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്ന 2 മരണമാണ്. ഒന്ന് യാക്കോബിൻ്റെ മരണവും 2 യോസെഫിൻ്റെ. 2 നല്ല മരണമാണ്. യാക്കോബ് മരിക്കാൻ നേരത്ത് പിള്ളേരെ എല്ലാം വിളിച്ച് പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞു വെച്ച് കാല് തല്ലി നിവർത്തന്നല്ല, തന്നെ എടുത്ത് കട്ടിലേ വെച്ചെന്ന എന്നുവെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേരൻ്റെ അടുത്ത് ചേരുകയും ചെയ്തു. നല്ല മരണമാണ്. ചാകുന്നതിന് മുന്നേ പിള്ളേർ എല്ലാവരും വരാൻ പറഞ്ഞു. 49-1 വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു 49-1. അനന്തര യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരും. എന്നിട്ട് വിളിച്ചു രൂബേൻ മുതൽ അങ്ങോട്ട് വിളിച്ചു. 2-ാം വാക്യത്തിൽ രൂബേനെ വിളിച്ചു. പിന്നെ 5-ാം വാക്യത്തിൽ ശിമയോനും വിളിച്ചു, ലേവിയും 8 യഹൂദ 13 സെബൂലൂൻ 14 ഇസഖാർ പിന്നെ അടുത്തത് 16 ദാൻ 17 ഗാദോ പിന്നെ 19 ആശേറോ 20 നഫ്താലി 21 യോസേഫ് 22 വേടൊക്കെ ഒന്ന് വിട്ടോ. നഫ്താലി 22 യോസേഫ് പിന്നെ 27 ബെന്യാമീൻ. അപ്പോൾ രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ള പിള്ളേരെ എല്ലാം വിളിച്ച് അവരോട് പറയേണ്ട കാര്യമെല്ലാം ചാകുന്നതിന് മുന്നേ പറഞ്ഞെന്ന്. ഇങ്ങനെയൊക്കെ ചാകേണ്ടത്, അല്ലാതെ ഒന്നും പറയാതെ ഇങ്ങനെ കിടന്നേച്ച് അങ്ങനെയൊന്നും അല്ല തീരേണ്ടത്. കൊച്ചുങ്ങളെയെല്ലാം വിളിച്ച് പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞ് എല്ലാം ചുമതലപ്പെടുത്തിയേച്ചാ, അല്ല ചുമ്മാ അങ്ങ് പോകരുത്. എന്നിട്ട് മരിച്ചതോ 33-ാം വാക്യം വായിക്കേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു. നല്ല മരണം കണ്ടോ, ജനത്തോട് ചേർന്നു. ഇതുപോലെ യോസേഫ് മരിക്കാൻ പോവുക. യോസേഫ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക. സഹോദരന്മാരെ വിളിച്ച് ഞാൻ മരിക്കാൻ പോവുക, പക്ഷെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. എവിടേക്ക്? കനാനിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ എൻ്റെ അസ്ഥി കൂടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. അത് അവിടെ കൊണ്ടടക്കണം. കാരണം അതിൻ്റെ ആശയം ഇതാ, ഞാൻ 83 കൊല്ലത്തിൽ കൂടുതൽ ഇവിടെ ജീവിച്ചു. പക്ഷേ ഇവിടെ ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. പ്രിയരേ, ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ഹ്രസ്വമായ ഒരവസരം ദൈവം തരുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തേണ്ടവരാ. ഈ ചിന്ത സദാകാലവും നമ്മെ ഭരിക്കണം. ദൈവത്തിന് മഹത്വം. 2 മരണവും നല്ല മരണമാണ്. മോശയുടെ മരണവും നല്ലതായിരുന്നു. 34-1 വായിച്ചു. ഇതെല്ലാം അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചു. ആവർത്തനം 34-1 മുതൽ അവിടെ ഇല്ലയോ? ആ 120 വയസ്സുണ്ട്. നടക്കാനും എടുക്കാൻ മേലാതെ പരുവക്കേടി കിടക്കുകയല്ല. ആടി മലയുടെ വണ്ടയ്ക്ക് കയറി. നല്ല മരണമാണ്. മലയെ കയറിയെന്ന്. എന്നിട്ടോ ആ ആ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. കണ്ണും കടയും കാണാതെ കിടക്കുകയല്ല, അതും കണ്ടു. ആരോഗ്യമുണ്ട് മലയിൽ കയറാൻ. ദൂരെ നിന്ന് ദൈവം കാണിച്ചണ്ട, അതാണ്, അതും കണ്ടു. എന്നാ നല്ല മരണമാണ് ആട്ടോ, ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ടോ അടുത്ത വാക്യം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തത്. 2 വാക്യം കൊണ്ട് താഴോട്ടിറക്കി വായിച്ചോ. അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. വചനപ്രകാരം മരിച്ചു. യാക്കോബിന്റെ മരണം പിള്ളേരെ എല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞേച്ച് മരിച്ചു. യോസേഫ് പ്രത്യാശ പറഞ്ഞേച്ചാ മരിച്ചത്. സന്ദർശനം വരുന്നുണ്ട്, ഇവിടുന്ന് കനാനിലോട്ട് പോകും, എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോക്കണം.
മോശെ വചനപ്രകാരം അല്ല, വചനം തെറ്റിച്ച് വചനം വിറ്റ് കാശാക്കി അങ്ങേയറ്റം കുഴഞ്ഞൂപ്പാട് വന്ന് എത്തുന്നല്ല. വചനപ്രകാരം ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ചെറുക്കനോട് കാര്യം പറഞ്ഞു. അതെന്തുവാ വായിച്ച 2:1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1 പെട്ടെന്ന് വായിച്ചു. ആ 2 പേരുടെ മാറി മാറി ചടികടാന്ന് വായര്. പെട്ടെന്ന് വായര്. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത്, തന്റെ മകനാകുന്ന ശലോമോനോട്. അപ്പൊ പിള്ളേർ മരണകാലം അടുത്ത് വന്ന് മരിക്കാൻ സമയമായെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ കൃത്യം ഡേറ്റും ടൈമും ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു ചെറിയ മണമടിക്കും മരണത്തിൻ്റെ, അല്ലേ? എന്നാലും പറയണം, മോനെ ഈയിടെ പോകാറായി. അപ്പം അതെല്ലാം കൃത്യം പിള്ളേരെ എല്ലാം ആധാരം ഇന്നെടുത്തിരിപ്പുണ്ട്, പണയാന്ന് പറയണം. കരവടച്ച രസീത് പിള്ളേരെ കാണിക്കണം. ട്രങ്കിനകത്തിരിപ്പുണ്ട്. 10 വീതം വെക്കുമ്പോൾ ഇന്ന അതിര് വെക്കുന്ന ഇതൊക്കെ ജീവിക്കുമ്പോഴേ ചെയ്തിടണ്ടേ. അത് കഴിഞ്ഞ് പിള്ളേർ വില്ലയപ്പി നടന്ന് ഇയാളെ പ്രാകുകയും ചെയ്യും. തന്ത കാരണം ഞങ്ങൾ നടന്ന് ഗുണം വരുന്ന കാര്യമായി പറയാന്ന്. ഇതെല്ലാം ചെയ്യണം മരിക്കുന്നതിന് മുന്നേ. ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി, എന്റെ മകനെ ശലോമോനെ, സകല ഭൂവാസികളുടെയും വഴിയായിട്ട് ഞാൻ കടന്നു പോകും. ഇന്ന് രാത്രി ഞാനും നിങ്ങളുമെല്ലാം ഈ വഴി പോണം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല. ചേർന്ന് പാട്. ഇതിങ്ങനെ വണ്ട് മൂളും പോലെ മൂളുന്നല്ല, ധാരാ പാടുന്ന. ഇപ്പൊ ഈ പാട്ടെല്ലാം കോൺട്രാക്ട് കൊടുക്കുന്നതുകൊണ്ട് ഉപദേശിമാർക്കും പാട്ട് വലിയ അല്ലേ വന്ന്. ഇനി ഗായക സംഘം പാടിക്കോ. ഞങ്ങൾക്ക് പിന്നെ ആരും പാട്ട് പഠിക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും അങ്ങനെ വലിയ പാട്ടൊന്നും ഇല്ലേ. കോൺട്രാക്ട് പൈസ തുക പറഞ്ഞു നോക്കുകയല്ലേ. എത്രയാ അത്? ഇത്ര ഇച്ചിരി താത്ത് പിടിക്കാവോ? അവർ പറഞ്ഞാൽ അച്ഛാ അങ്ങനെ താക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ പാടുന്നത് പറഞ്ഞാൽ ക്ലാസിക്കലാണ്, അതിന് ഇച്ചിരി പൈസ. ഉടനെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കമ്മിറ്റി. ഉടനെ അടുത്ത കക്ഷികളെ നമ്മൾ വെച്ചു, നിങ്ങളെങ്ങനെ താക്കുവോ പൊക്കുവോ? കുറ്റമല്ലീ പറഞ്ഞ് ഇതെല്ലാം കച്ചവടമല്ലേ. എന്നെ ഈ ബാർഗൈൻ ചെയ്യുന്നത് ചിലർ വിളിച്ചാൽ കൊടുക്കത്തുമില്ല. അതുകൊണ്ടായി നിങ്ങൾ അവരും ജീവിക്കണ്ടായോ? ഓ, ദൈവത്തിന് മഹത്വം. അപ്പം അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്നാ? കല്യാണത്തിന് ചെന്നാലും ശവോടകന് ചെന്നാലും ഏത് ശുശ്രൂഷയ്ക്ക് ചെന്നാലും ഇപ്പം പാസ്റ്റർമാർ സിംഹഭാഗവും പാടത്തില്ല. ഇത് കൊടുത്തേക്കല്ലേ, അവർക്ക് കാശ് കൊടുക്കുന്ന അവന്മാരിന്ന് പാടട്ടെ. പക്ഷെ പണ്ടങ്ങനല്ല. ആ പണ്ടത്തെ അന്തരീക്ഷം വരാനാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ചേർന്ന് കയ്യുമൊക്കെ ഒന്ന് അടിച്ച് പാടി. അന്നേരം എൻ്റെ ഭാഷയാക്കോട്ടെ, ഭാഷ നല്ലതല്ല, കളം മാറും. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അല്ല, അത് അങ്ങനെ ദൈവം നടത്തും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത് സാധിപ്പിച്ചു തരും. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കുവന്ന ദൈവത്തിന് മഹത്വം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പാട്ടുകളൊന്നും അധികം അറിയത്തില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പം മിക്ക പാട്ടുകാരും പ്രസംഗകരും ഒക്കെ മിക്കത് പങ്കെടുക്കുന്നുണ്ട്. 2 പാട്ടുണ്ട് കയ്യിൽ. 2 പാട്ട്. അത് യവോടക്കിനും ഇത് തന്നെ, കല്യാണത്തിനും ഇത് തന്നെ, വീട്ടു പ്രാർത്ഥനയ്ക്ക് ഇത് തന്നെ, അന്വേഷണം ഇത്. ആ 2 പാട്ട്. ഞാൻ ഈയിടെ ഞങ്ങളുടെ ഒരു സഹോദരനോട് പറഞ്ഞു, നീ ഒരു പാട്ടുമായിട്ട് നടക്കരുതെന്ന് പറഞ്ഞു. ദൈവദാസന്മാരെന്ന് പറയുന്നവരിൽ ചിലർ ഇനി അറിയാമെങ്കിലും പാടുകയല്ല. അങ്ങനെയുണ്ട്. ആരെങ്കിലും പാടിയാ തെറ്റുന്നുണ്ടോ എന്ന് നോക്കും. പഴയ പാട്ടിന് ചൈതന്യമുണ്ട് കേട്ടോ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. വേഷനിഴലിൽ നടന്നുതങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. വേഷനിഴലിൽ നടന്നു
ദിവസങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ ഒരിക്കലേവനും ഒരിക്കലേവനും മരിക്കും നിർണയം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം ഞാൻ നിങ്ങളുമെല്ലാം ഈ വഴി കടന്നു പോകണം. ഞാൻ തൊടുകൈക്ക് പറയട്ടെ, ഞാൻ എല്ലായിടത്തും പറയേണ്ട കാര്യം, ആ വഴി പോകുന്നതിന് മുമ്പ് സകല മനുഷ്യനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. ഈ വഴി എല്ലാവരും പോകണം.